നമസ്കാരം, എല്ലാവർക്കും എജ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരൂപ് എന്നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കേ അല്ല. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിരുന്നാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി പോലും നോക്കണ്ട, പെട്ടെന്ന് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ നമ്മുടെ സിലബസിലെ ടോപ്പിക്കാണ് ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന ഈ ടോപ്പിക്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ബോട്ട് ആൻഡ് സ്ട്രീം. അപ്പോ ഇതിനകത്ത് നമ്മൾ കുറച്ച് വാക്കുകളൊന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ബോട്ട് ആൻഡ് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ശരി, ഏതൊക്കെയാണ് ആ വാക്കുകൾ എന്നുള്ളത് നോക്കി നോക്കാം. അപ്പൊ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. ഏറ്റവും സെന്ററിലുള്ളതാണ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. എന്താ സംഭവം ഈ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ നിശ്ചലമായിട്ട് കിടക്കുന്ന, സ്റ്റില്ലായിട്ട് കിടക്കുന്ന ഒരു ജലാശയത്തിൽ ബോട്ടിനുണ്ടാകുന്ന സ്പീഡിനെ പറയുന്നതാണ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഒഴുക്കില്ലാത്ത ഒരു ഏതെങ്കിലും, ചിലപ്പോൾ ഒരു വലിയ പോണ്ടാകാം അല്ലെങ്കിൽ ലേക്ക് ആവാം, എന്തെങ്കിലും ആവട്ടെ, ഒഴുക്കില്ലാത്ത ഒരു ജലാശയത്തിൽ ബോട്ടിനുണ്ടാകുന്ന സ്പീഡിനെ പറയുന്നതാണ് എന്ത്? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയും. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. ഓക്കെ ആണോ? ഇനി ഞാൻ ഇതിന്റെ തൊട്ട് താഴെയും തൊട്ട് മേളിലും ഒരേ വാക്കുകൾ എഴുതി വെച്ചിരിക്കുന്നത്. എന്താ സംഭവം? സ്പീഡ് ഓഫ് സ്ട്രീം. താഴെ എന്ത് തന്നെയാണ്? സ്പീഡ് ഓഫ് സ്ട്രീം തന്നെയാണ്. അപ്പൊ ഒന്നും കൂടെ ഏറ്റവും സെന്ററിൽ നമ്മൾ പറയേണ്ടത് എന്താണ്? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. അതിന്റെ തൊട്ട് മേളിലും തൊട്ട് താഴെയും സ്പീഡ് ഓഫ് സ്ട്രീം. സ്പീഡ് ഓഫ് സ്ട്രീം നമുക്കറിയാം, ഒരു നദി ഒഴുകുകയാണെന്ന് വെച്ചു. ഒരു നദി ഒഴുകി പോകണമെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ സ്പീഡ് കാണുമല്ലോ, ഒരു സ്പീഡ് കാണുമല്ലോ. ആ സ്പീഡിനെ പറയുന്നതാണ് എന്ത്? സ്പീഡ് ഓഫ് സ്ട്രീം. നമ്മൾ മലയാളത്തിൽ അതിന് ഒഴുക്കിന്റെ വേഗത എന്നൊക്കെ പറയും, എന്തെങ്കിലും ആവട്ടെ. അപ്പോ ഏറ്റവും സെന്ററിൽ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. മറന്നു പോകരുത്, ഏറ്റവും സെന്ററിൽ. ആ ഒരു പൊസിഷൻസ് മാറിപ്പോകരുത്, വാക്കുകളും ഓർമ്മിച്ചിരിക്കണം, അതിൻ്റെതായിട്ടുള്ള പൊസിഷൻസ് ഓർമ്മിച്ചിരിക്കണം. എങ്ങനെയാണ്? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ സെന്ററിൽ വരും. അതിന്റെ തൊട്ട് മേളിലും തൊട്ട് താഴെ വരുന്നതാണ് സ്പീഡ് ഓഫ് സ്ട്രീം എന്നാണ്. സ്പീഡ് ഓഫ് സ്ട്രീം എന്നാണ്. ഇനി ഏറ്റവും താഴെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, ഡൗൺ സ്ട്രീം സ്പീഡ്. അപ്പൊ ഒന്നും കൂടെ, ഏറ്റവും താഴെ എന്താണ്? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കറക്റ്റ് മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒഴുക്കിന് അനുകൂലമായ വേഗത എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നദി ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കണമെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ബോട്ടും സഞ്ചരിക്കുന്നതെങ്കിൽ ആ ബോട്ടിന് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നദി ഒഴുകുന്ന ഡയറക്ഷനും ബോട്ട് സഞ്ചരിക്കുന്ന ഡയറക്ഷനും ഒഴുക്കിന് അനുകൂലമായിട്ട്, അല്ലെ? ഈ പറഞ്ഞ നദി ഒഴുകുന്ന ഡയറക്ഷനും ബോട്ട് സഞ്ചരിക്കുന്ന ഡയറക്ഷനും സെയിം ആണെങ്കിൽ അവിടെ ബോട്ടിനുണ്ടാകുന്ന സ്പീഡിനെ പറയുന്നതാണ് എന്ത്? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയും. ഡൗൺ സ്ട്രീം സ്പീഡ്. ഓക്കെ ആണോ? ഇനി നേരെ മേളിലോട്ട് പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഇത്? അപ് സ്ട്രീം സ്പീഡ് എന്നാണ്. അത് കറക്റ്റ് മലയാളത്തിൽ നമ്മൾ പറയുന്നെങ്കിൽ ഒഴുക്കിന് എതിരെയുള്ള വേഗത എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഒഴുക്ക് ഇങ്ങോട്ടാണെങ്കിൽ, നദിയുടെ ഒഴുക്കിന് എതിരെയാണെങ്കിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബോട്ട് പോകുന്നതെങ്കിൽ അവിടെ ബോട്ട്, അല്ലെ, നമുക്ക് ഒഴുക്കിനെതിരെ നീന്താൻ പാടുന്നൊക്കെ നമുക്കറിയാം, അല്ലെ? അപ്പൊ ഈ പറയുന്ന ഒഴുകുന്ന ഡയറക്ഷന് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബോട്ട് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ബോട്ടിനുണ്ടാകുന്ന സ്പീഡിനെ പറയുന്നതാണ് എന്ത്? അപ് സ്ട്രീം സ്പീഡ് എന്ന് പറയും. അപ് സ്ട്രീം സ്പീഡ് എന്ന് പറയും. ഓക്കെ, വാക്കുകളും പൊസിഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ എവിടെ തന്നെയാണ്? കറക്റ്റ് സെന്ററിലാണ്. ഓർമ്മിച്ചോളേ. അപ്പൊ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സെന്ററിലാണ്. അതിന്റെ തൊട്ട് മേളിലും തൊട്ട് താഴെ സ്പീഡ് ഓഫ് സ്ട്രീം എന്നാണ്. സ്പീഡ് ഓഫ് സ്ട്രീം എന്നാണ്. ഏറ്റവും താഴെ ഡൗൺ സ്ട്രീം സ്പീഡ് എന്നാണ്. ഏറ്റവും മേളിൽ എന്തെന്ന് വരും? അപ് സ്ട്രീം സ്പീഡ് എന്നാണ്. ഏറ്റവും മേളിൽ അപ് സ്ട്രീം സ്പീഡ്. അപ്പോ മറന്നു പോരുത്, ഏറ്റവും സെന്ററിൽ ഏതാണ്? ഏറ്റവും സെന്ററിൽ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. അതിന്റെ തൊട്ട് മേളിലും തൊട്ട് താഴെ എന്ത് വരും? സ്പീഡ് ഓഫ് സ്ട്രീം എന്നാണ്. ഏറ്റവും താഴെയാണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് എന്നാണ്. ഏറ്റവും മേളിലാണെങ്കിൽ എന്ത് പറയും? അപ് സ്ട്രീം സ്പീഡ് എന്നാണ്. അപ് സ്ട്രീം സ്പീഡ് എന്നാണ്. ശരി, അപ്പൊ ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് എങ്ങനെ ആൻസറിലോട്ട് എത്താന്നുള്ള കാര്യം കൂടെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു. ശരി, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയണേ. ഒരു ബോട്ടിന്റെ സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ 8 km/h ആണെന്ന് വെച്ചു. അപ്പൊ ഒന്നും കൂടെ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിരുന്നാണ്. ഒരു ബോട്ടിന്റെ സ്പീഡ് ഓഫ് ബോട്ടിൻ, അല്ലെങ്കിൽ ആ ബോട്ടിന്റെ സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ 8 km/h ആണ്. ഇനി
സ്പീഡ് ഓഫ് സ്ട്രീം 2 km/h ആണെന്ന് വെച്ചു. അപ്പോ ഈ പറയുന്ന സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 km/h. എങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് രണ്ടും അറിയാമെങ്കിൽ, ഏതാണ്? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറും അറിയാം, സ്പീഡ് ഓഫ് സ്ട്രീമും അറിയാം. അങ്ങനെയാണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് പറഞ്ഞാൽ മതി, നമ്മുടെ ആൻസർ 10 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ ഉറപ്പിച്ചങ്ങ് പഠിച്ചോളേ. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ 8 ആണ്, സ്പീഡ് ഓഫ് സ്ട്രീം 2 ആണ്. ഡൗൺ സ്ട്രീം സ്പീഡ് ആണോ നമുക്ക് ആവശ്യം, രണ്ടും കൂടെ ആഡ് ചെയ്തങ്ങ് പറഞ്ഞാൽ മതി, നമ്മുടെ ആൻസർ എത്രയെന്ന് കിട്ടും? 10 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ ആണോ? അത് ഓർമ്മിക്കാൻ എളുപ്പമാണ്. ഈ പറയുന്ന നദി ഒഴുകുന്ന ഡയറക്ഷനിൽ തന്നെ ബോട്ട് പോകണമെങ്കിൽ നമുക്ക് വേറെ ഫോഴ്സ് അങ്ങനെ കൊടുക്കണ്ടല്ലോ, അങ്ങ് പോയിക്കോളൂല്ലേ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ആഡ് ചെയ്ത് അങ്ങ് പോയത്, ബോട്ടിന്റെ സ്പീഡും നദിയുടെ സ്പീഡും കൂടെ ചേർന്ന് ഒരു വേഗതയായിട്ടായിരിക്കും അങ്ങ് പോകും. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നും കൂടെ, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ അറിയാം, സ്പീഡ് ഓഫ് സ്ട്രീം അറിയാം. നമുക്ക് ആവശ്യം ഡൗൺ സ്ട്രീം സ്പീഡ് ആണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്ത് അങ്ങ് പറഞ്ഞാൽ മതി, നമ്മുടെ ആൻസർ 10 എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഒന്നും കൂടെ, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ 8 ആണ്. നമുക്കറിയാം നമ്മുടെ സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര? 2 അല്ലേ? അപ്പൊ ഇവിടെ എന്ത് തന്നെയായിരിക്കും? 2 ആയിരിക്കും അല്ലെ? സ്പീഡ് ഓഫ് സ്ട്രീം അല്ലെ? ഇവിടെ നമ്മൾ 2 എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ എന്താണ്? സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. ശരി, വീണ്ടും പറഞ്ഞു വരാം. അങ്ങനെയാണെങ്കിൽ അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാൻ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. 8 - 2 നമ്മുടെ ആൻസർ എന്ന് കിട്ടും 6 എന്ന് പറയാൻ കിട്ടും. ഓർമ്മിക്കാൻ എളുപ്പം, സെന്റർ വെച്ചാണ് പിടിക്കേണ്ടത്. അതാണ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ 8 ആണ്, സ്പീഡ് ഓഫ് സ്ട്രീം 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് നമുക്ക് പറയാൻ എളുപ്പമാണ്, രണ്ടും കൂടെ ആഡ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ മതി. ഇനി സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ 8 ആണ്, സ്പീഡ് ഓഫ് സ്ട്രീം 2 ആണ്. അപ് സ്ട്രീം സ്പീഡ് വേണോ, മേളിലുള്ളത് പറയണോ, അപ് സ്ട്രീം സ്പീഡ് വേണോ, രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് അങ്ങ് പറഞ്ഞേച്ചാൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു കാര്യം കൂടെ. അപ്പൊ ഒന്നും കൂടെ നമ്മൾ പറഞ്ഞു വന്നത് എന്തൊക്കെയാണ്? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഏതായിരുന്നു? സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡും അറിയാം, സ്ട്രീമിന്റെ സ്പീഡും അറിയാം, താഴെയുള്ള ഡൗൺ സ്ട്രീം സ്പീഡ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് പറയും. ഇത് രണ്ടും അറിയാമെങ്കിൽ അപ് സ്ട്രീം സ്പീഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്ത് പറയും. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കാൻ പറ്റുമോ? ഒരു കാര്യം കൂടെ ഷോർട്ടായിട്ട് നമുക്ക് പറയാം. വേറെ ഫോർമുല ഒന്നും പഠിക്കണ്ടേ, ഫോർമുലകളൊന്നും പറയണ്ട, നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ അപ് സ്ട്രീം സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടെ, നമ്മളെ ഒരു ക്വസ്റ്റ്യനിൽ അപ് സ്ട്രീം സ്പീഡ് തന്നിട്ടുണ്ട്, ഡൗൺ സ്ട്രീം സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാ തന്നിട്ടുള്ളത്? അപ് സ്ട്രീം സ്പീഡ് അറിയാം, ഡൗൺ സ്ട്രീം സ്പീഡ് അറിയാം. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുകളിലുള്ളവന്മാരും താഴെയുള്ളതെന്ന് അറിയാം. അപ് സ്ട്രീം സ്പീഡും അറിയാം, ഡൗൺ സ്ട്രീം സ്പീഡും അറിയാം. അങ്ങനെയാണെങ്കിൽ സെന്ററിൽ വരുന്ന സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം, അതിന്റെ ഹാഫ് എടുത്തു കൊടുത്താൽ മതി. അപ്പൊ ഒന്നും കൂടെ, ഏറ്റവും മേളിലുള്ള അപ് സ്ട്രീം സ്പീഡും അറിയാം, ഏറ്റവും താഴത്തെ ഡൗൺ സ്ട്രീം സ്പീഡും അറിയാം. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഏറ്റവും മേളിൽ പറയുന്ന വാല്യൂ തന്നിട്ടുള്ള ഏറ്റവും താഴത്തെ വാല്യൂ തമ്മിൽ ആഡ് ചെയ്യണം, പകുതി എടുത്താൽ മതി. നമുക്കൊന്ന് ചെയ്ത് നോക്കാമോ? ഈ 6ഉം ഈ 10ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16 അല്ലേ കിട്ടുന്നത്? അതിന്റെ പകുതി പറ, 8 കണ്ടാ കിട്ടിയതാ. സിമ്പിൾ. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാ പറയുന്നത്? അപ്സ്ട്രീം സ്പീഡ് അറിയാം, ഡൗൺ സ്ട്രീം സ്പീഡ് അറിയാം. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ വേണോ? എന്ത് ചെയ്യണം? അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും ആഡ് ചെയ്യണം, അതിന്റെ ഹാഫ് എടുത്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അതായത് ഈ 6ഉം ഈ 10ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും, അതിന്റെ ഹാഫ് 8 എന്ന് പറഞ്ഞ് നമുക്കിവിടെ കിട്ടി. ഓക്കെ ആണോ? വീണ്ടും ഒരു കാര്യം കൂടെ, നമുക്ക് അപ്സ്ട്രീം സ്പീഡ് അറിയാം, ഡൗൺ സ്ട്രീം സ്പീഡ് അറിയാം. അപ്പൊ ഒന്നും കൂടെ, അപ്സ്ട്രീം സ്പീഡ് അറിയാം, ഡൗൺ സ്ട്രീം സ്പീഡ് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന സ്പീഡ് ഓഫ് സ്ട്രീം കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ട് ഹാഫ് എടുത്തെങ്കിൽ ഇവിടെ സബ്ട്രാക്ട് ചെയ്തിട്ട് ഹാഫ് എടുത്താൽ മതി. ഈ 10ഉം 6ഉം കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 - 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അതിന്റെ പകുതി 2. അത് തന്നെയല്ലേ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണ്. അപ്പൊ ഒന്നും കൂടെ, നമുക്ക് അപ്സ്ട്രീം സ്പീഡ് അറിയാം, ഡൗൺ സ്ട്രീം സ്പീഡ് അറിയാം, സ്പീഡ് ഓഫ് സ്ട്രീം അറിയണമെങ്കിൽ അപ്പൊ ഒന്നും കൂടെ, നമുക്ക് അപ്സ്ട്രീം സ്പീഡ് അറിയാം, ഡൗൺ സ്ട്രീം സ്പീഡ് അറിയാം, സ്പീഡ് ഓഫ് സ്ട്രീം കാണണോ? ഈ അപ്സ്ട്രീം സ്പീഡിന്റെയും ഡൗൺ സ്ട്രീം സ്പീഡിന്റെയും ഡിഫറൻസ് എടുക്കുക, അതിന്റെ ഹാഫ് എടുത്താൽ മതി. അതായത് 6ന്റെയും 10ന്റെയും ഡിഫറൻസ് ആയ 4, അതിന്റെ ഹാഫ് നമുക്ക് എത്ര എന്ന് പറഞ്ഞു കിട്ടി? 2 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ അല്ലേ? പറഞ്ഞു നോക്കാം. ഒരു എക്സാമ്പിളൂടെ, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ 5 ആണെന്ന് വെച്ചു. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ 5 ആണ്. സ്പീഡ് ഓഫ് സ്ട്രീം 3 ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ അപ്സ്ട്രീം സ്പീഡ് നമ്മൾ എങ്ങനെ പറയും? ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് പറഞ്ഞാൽ മതി.
5 - 3 നമുക്ക് എത്രാന്ന് കിട്ടും? 2 എന്ന് പറഞ്ഞ് കിട്ടി അപ്സ്ട്രീം സ്പീഡ്. ഓക്കെ ആണോ? വീണ്ടും നമുക്ക് സ്പീഡ് ഓഫ് സ്ട്രീം അറിയാം, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ അറിയാം. എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് സ്ട്രീം 3 ആണ്. ഡൗൺ സ്ട്രീം സ്പീഡ് അങ്ങനെ പറയും. ഇതും കൂടെ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. 5ഉം 3ഉം കൂടെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടും ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രാന്ന് കിട്ടി? 8 എന്ന് പറഞ്ഞ് കിട്ടി ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെയാണ്. ഇനി ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാം അപ്സ്ട്രീം സ്പീഡ് അറിയാം, ഡൗൺ സ്ട്രീം സ്പീഡ് അറിയാം. അപ്സ്ട്രീം സ്പീഡ് അറിയാം, ഡൗൺ സ്ട്രീം സ്പീഡ് അറിയാം. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ സെന്ററിൽ വരുന്ന കാണാൻ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഹാഫ് എടുത്താൽ മതി. അതായത് 2ഉം 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. അതിന്റെ ഹാഫ്. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എത്രയെന്ന് കിട്ടി? 5 എന്ന് കിട്ടി. വീണ്ടും നമുക്ക് അപ്സ്ട്രീം സ്പീഡ് അറിയാം, ഡൗൺ സ്ട്രീം സ്പീഡ് അറിയാം. അപ്സ്ട്രീം സ്പീഡ് അറിയാം, ഡൗൺ സ്ട്രീം സ്പീഡും അറിയാം. സ്പീഡ് ഓഫ് സ്ട്രീം കാണാനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? ഇതിന്റെ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ്, 8ന്റെയും 2ന്റെയും ഡിഫറൻസ് എത്രയാണ്? 6 എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഹാഫ്, 6ന്റെ ഹാഫ് എത്രയാണ്? 3 എന്ന് പറഞ്ഞ് കിട്ടി. സ്പീഡ് ഓഫ് സ്ട്രീം കിട്ടി 3 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ ആണ്. വീണ്ടും ഒന്ന് രണ്ടുകൂടെ കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് പറഞ്ഞു വരാം. ഇപ്പൊ നമുക്ക് അപ്സ്ട്രീം സ്പീഡ് നമുക്കറിയാം എത്രയാണ്? 2 ആണ്. സ്പീഡ് ഓഫ് സ്ട്രീം നമുക്കറിയാം 3 ആണ്. ഈ 2ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തിരിച്ച് താഴോട്ട് വരുമ്പോൾ ആഡ് ചെയ്ത് പറയും. ഈ 2ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടി. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ കിട്ടി. വീണ്ടും ഈ 5ന്റെ കൂടെ ഈ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് കിട്ടും? 8 കിട്ടും. ഇനി തിരിച്ച് മേളോട്ടും പറഞ്ഞു പോവാം. ഈ 8ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടി. ഈ 5ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. തമ്മിൽ ലോജിക്ക് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പിടിക്കാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാമോ? ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ അതിനു മുന്നേ ഈ പൊസിഷൻസ് മറന്നു പോരുത്. ഏറ്റവും സെന്ററിൽ വരുന്ന അത് നിങ്ങൾ ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, തൊട്ട് താഴെയും തൊട്ട് മേളിലും സ്പീഡ് ഓഫ് സ്ട്രീം എന്നാണ്. ഏറ്റവും താഴെ ഡൗൺ സ്ട്രീം സ്പീഡ്, ഏറ്റവും മേളിലാണെങ്കിൽ എന്താണ്? അപ് സ്ട്രീം സ്പീഡ് എന്നാണ്. ക്വസ്റ്റ്യൻസ്. Speed of a boat is 16 km/h in still water. അപ്പോൾ ഒന്നും കൂടെ, സ്പീഡ് ഓഫ് എ ബോട്ട് ഈസ് 16 km/h in still water. If the rate of current is 3 km/h, the effective speed of the boat upstream is. ശരി, അപ്പൊ പറയാം. പൊസിഷൻസ് ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. പൊസിഷൻസ് ഓർമ്മയുണ്ടല്ലോ. ഏറ്റവും സെന്ററിൽ വരുന്നതാണ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറിലെ. തൊട്ട് താഴെയും തൊട്ട് മേളിലും വരുന്നതാണ് സ്പീഡ് ഓഫ് സ്ട്രീം അല്ലേ. ഏറ്റവും താഴെ വരുന്നത് എന്താണ്? ഡൗൺ സ്ട്രീം സ്പീഡാണ്. ഏറ്റവും മേളിൽ വരുന്നത് എന്താണ്? അപ് സ്ട്രീം സ്പീഡാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സ്പീഡ് ഓഫ് ബോട്ട് ഈസ് 16 km/h ഇൻ സ്റ്റിൽ വാട്ടർ എന്നാണ്. സ്റ്റിൽ വാട്ടർ, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് 16. സെൻട്രലല്ലേ വരേണ്ടത്? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് സെൻട്രലല്ലേ വരേണ്ടത്? ഇനി ഇഫ് ദ റേറ്റ് ഓഫ് കറന്റ് ഈസ് 3 km/h എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് സ്ട്രീം എന്നാണ്. ആ പറയുന്ന കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നതാണ് സ്പീഡ് ഓഫ് സ്ട്രീം എന്നാണ്. സ്പീഡ് ഓഫ് സ്ട്രീം എത്രയും തന്നിട്ടുണ്ട്? 3 തന്നിട്ടുണ്ട്. അതായത് ഇവിടെ എന്തായിരിക്കും? 3 ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ, ദ ഇഫക്റ്റീവ് സ്പീഡ് ഓഫ് ദ ബോട്ട് അപ്സ്ട്രീം ഈസ്. അപ്സ്ട്രീം സ്പീഡ് എത്രയാണല്ലേ? നമുക്കറിയാം. സ്പീഡ് ഓഫ് സ്റ്റിൽ വാട്ടർ അറിയാം, സ്പീഡ് ഓഫ് സ്ട്രീം അറിയാം. അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് മേലുള്ള കാണാൻ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. 16 - 3 നമുക്ക് എത്രയെന്ന് കിട്ടും? 13 എന്ന് പറഞ്ഞിട്ടും കഴിഞ്ഞു. നമ്മുടെ ആൻസർ എത്രയാണ്? 13 ആണ്. ഇത് ചെയ്തു പോലും നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? നമുക്ക് ഈ പറയുന്ന പൊസിഷൻസ് അറിയാം, കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന് ആൻസറിലോട്ട് ആകാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ 16 എന്നറിയാം, സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ 3 എന്നറിയാം. ആ അപ്സ്ട്രീം സ്പീഡ് ആണോ വേണ്ടത്? എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തു. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ഡൗൺ സ്ട്രീം സ്പീഡ് ചോദിച്ചാലോ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമ്മൾ അങ്ങ് താഴെ പറയുമായിരുന്നു. 16 + 3 19 എന്ന് പറയുമായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ തമ്മിൽ കണക്ട് ചെയ്ത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. വേറെ കോംപ്ലക്സ് ആയിട്ട് ഒന്നുമില്ല ഈ പറയുന്ന ബോട്ടൺ സ്ട്രീമിനകത്ത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാമോ? ക്വസ്റ്റ്യൻ സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 14 km/h. If the speed downstream is 16 km/h, then the speed of stream is. Simple question. പറയാം. പൊസിഷൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്കറിയാം ഏറ്റവും സെന്ററിൽ വരുന്നത് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആണ്. തൊട്ട് താഴെയും തൊട്ട് മേളിലും വരുന്നത് എന്താണ്? സ്പീഡ് ഓഫ് സ്ട്രീം ആണ്. ഏറ്റവും താഴെ വരുന്നത് സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം സ്പീഡ് ആണ്. ഏറ്റവും മേളിൽ വരേണ്ടത് എന്താണ്?
അപ്സ്ട്രീം സ്പീഡാണ്. തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതി വരാം. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 14 കിലോമീറ്റർ. സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് എത്രയാണ്? 14 കിലോമീറ്റർ പെർ അവർ ആണ്. ഇഫ് ഇറ്റ് സ്പീഡ് ഡൗൺ സ്ട്രീം, ഇതിന്റെ ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര തന്നിട്ടുണ്ട്? 16 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കണം സ്പീഡ് ഓഫ് സ്ട്രീം. ഇവിടെ വരുന്ന പൊസിഷൻസ് അല്ലെ. സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടിടമല്ലേ വരുന്നത്. നമുക്കറിയാം, നമുക്ക് ഇവിടെയുള്ള സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ അറിയാം, സ്പീഡ് ഓഫ് സ്ട്രീം അറിയാം. ഇതിന്റെ കൂടെ ഇത് ആഡ് ചെയ്തല്ലേ ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടുന്നത് അല്ലെ. ഈ പറയുന്ന സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറിന്റെ കൂടെ സ്പീഡ് ഓഫ് സ്ട്രീം ആഡ് ചെയ്യും അല്ലെ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമ്മൾ ഞാൻ ആദ്യം കൺസെപ്റ്റ് പറഞ്ഞു ഈ 14ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 16 കിട്ടുന്നത്? 2 ആഡ് ചെയ്യുമ്പോഴല്ലേ നമ്മുടെ ആൻസർ ആയി. സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 കിലോമീറ്റർ പെർ അവർ ആണ്. 2 കിലോമീറ്റർ പെർ അവർ ആണ്. അല്ലാതെ ഇതിനകത്ത് നിങ്ങൾ ഫോർമുല രൂപത്തിലൊന്നും പഠിക്കരുത്. ഫോർമുല രൂപത്തിലൊന്നും പഠിക്കാനായിട്ടൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ഇതേപോലെ കൺസെപ്റ്റുകൾ ഈ പറഞ്ഞ ഈ ഫിഗർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാമെങ്കിൽ നമുക്ക് ചെയ്തുപോലെ നോക്കണ്ട, മനസ്സിൽ തന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ 14 ആണ്. ഇനി ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ 16 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സ്പീഡ് ഓഫ് സ്ട്രീം ആണ്. എന്ന് പറഞ്ഞാൽ സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡും സ്പീഡ് ഓഫ് സ്ട്രീം കൂടെ ആഡ് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടേണ്ടത്. നമുക്ക് നോക്കേണ്ടത് 14ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 16 കിട്ടുന്നത്? 14ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ്. അതായത് സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 കിലോമീറ്റർ പെർ അവർ ആണ്. 2 കിലോമീറ്റർ പെർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The speed of a boat in upstream is 18 kilometer per hour and speed of stream is 1.5 kilometer per hour. The speed of the boat in still water is. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഈ പറയുന്ന പൊസിഷൻസ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. പൊസിഷൻസും അതിന്റെ ഞാൻ ആദ്യം പറഞ്ഞ കൺസെപ്റ്റുകളും മാത്രം അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്തു വരാം. ശരി, പറഞ്ഞു നോക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും സെന്ററിൽ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആണ്. അതിന്റെ തൊട്ട് മേളിലും തൊട്ട് താഴെയും സ്പീഡ് ഓഫ് സ്ട്രീം എന്നാണ്. ഏറ്റവും താഴെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡൗൺ സ്ട്രീം സ്പീഡ് എന്നാണ്. ഏറ്റവും മേളിലാണെങ്കിൽ എന്തായിരിക്കും? അപ്സ്ട്രീം സ്പീഡ് എന്നാണ്. പറഞ്ഞു വരാം. സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ അപ്സ്ട്രീം ഈസ് 18 കിലോമീറ്റർ പെർ അവർ. ഇത് തന്നെയാണോ പൊസിഷൻ? അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും മേളിൽ 18 കിലോമീറ്റർ പെർ അവർ. And speed of stream is 1.5. Speed of stream എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ? അത് എത്രയാണ്? 1.5 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നും കൂടെ അപ്സ്ട്രീം സ്പീഡ് 18 കിലോമീറ്റർ പെർ അവർ ആണ്. സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5 കിലോമീറ്റർ പെർ അവർ ആണ്. ഇനി സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് വരണമെന്നല്ലേ പറയാം. ഈ പറയുന്ന 18ന്റെ കൂടെ 1.5 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത് തന്നെയാണ് ആൻസർ. 19.5 എന്ന് പറഞ്ഞിട്ട് 19.5. ഓക്കെ ആണോ? ഇനി നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ പറയുന്ന സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ 19.5 എന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ അപ്സ്ട്രീം സ്പീഡ് നമ്മൾ എങ്ങനെ പറയും? ഈ പറയുന്ന 19.5 നിന്ന് 1.5 കുറയ്ക്കുമ്പോഴാണ് ഇത് കിട്ടുന്നു 18 കിട്ടുന്നത്. സിമ്പിൾ ആയിട്ട് പറയാം. അല്ലാതെ ഫോർമുല ഒന്നും വേണ്ട. ഇല്ലാതെ ഇതിനകത്ത് 2x എന്നും 2y എന്നൊക്കെ പറഞ്ഞ ഫോർമുലകളുണ്ട്. പഠിക്കേണ്ട. ഈ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ അപ്സ്ട്രീം സ്പീഡ് അറിയാം, സ്പീഡ് ഓഫ് സ്ട്രീം അറിയാം. താഴോട്ട് വരണമെങ്കിൽ ആഡ് ചെയ്ത് പറഞ്ഞാൽ മതി. ഈ 18ന്റെ കൂടെ 1.5 ആഡ് ചെയ്യുമ്പോൾ 19.5. ഈ 19.5ന്റെ കൂടെ 1.5 ആഡ് ചെയ്യുമ്പോൾ താഴെ നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡ് വേണമെങ്കിൽ പറയാൻ പറ്റും. 21 എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്നാണ്. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയാം അത് 19.5 ആയിരിക്കും. 19.5 ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ.